ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് സൺഡേ വ്ളോഗാണ്. സൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ ഒന്ന്. അപ്പം നമ്മൾ മോർണിംഗ് തന്നെ പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കറിയുടെ പരിപാടികളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന അതേപോലത്തെ ഒരു ചിക്കൻ കറി തന്നെയാണ്. പ്രത്യേകിച്ച് അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോർമലി എല്ലാം ചെയ്യുന്ന പോലെ എല്ലാ സവാള, മല്ലിയില, കറിവേപ്പില, തക്കാളി എല്ലാം ഇട്ട് വണക്കി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് പിന്നെ നമ്മുടെ പൊടികളെല്ലാം കൂടി ആഡ് ചെയ്യാം. എല്ലാം കൂടി നന്നായി മിക്സായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും നമ്മുടെ ചിക്കനും കൂടി ആഡ് ചെയ്ത് അത്യാവശ്യം വേണ്ട വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കിതൊന്ന് 4 വിസിൽ വരുന്നവരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് പ്രഷർ കുക്ക് ചെയ്ത്. ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒന്നും കൂടി അരച്ച് വെക്കുന്നുണ്ട്. തേങ്ങ ഒഴിച്ചിട്ടാണ് വെക്കണേ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പത്തിരിയുടെ പരിപാടിയും കൂടി ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പത്തിരിക്ക് മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിലിട്ട് പത്തിരി പ്രസ്സറിൽ വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. നല്ല ഈസിയാണ്. പത്തിരി പ്രസ് ചെയ്തറിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നായിട്ട് പത്തിരി നല്ല ഷേപ്പായിട്ടും നല്ല നൈസായിട്ട് കിട്ടുമേ. അപ്പോൾ നമുക്ക് എല്ലാ പത്തിരിയും എന്താ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പണി തീരും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഇരുന്ന് പരത്തണ്ടല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് എല്ലാം റെഡിയാവും. അപ്പോൾ നമ്മൾ തേങ്ങയും ചിക്കനും കൂടി ഒന്നിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം നമുക്ക്. ഇത് ചെറിയ ചെറിയ പത്തിരി ആവുന്ന സമയത്ത് നമുക്ക് അറ്റ് ടൈമിൽ തന്നെ ഒരു 3 എണ്ണമൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മല്ലിയില ഇട്ടിട്ട് നമുക്ക് ഇറക്കാം. സോ ഇതാണ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. കുഞ്ഞും പത്തിരിയും അതിലേക്ക് ചിക്കൻ കറിയും. സോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മക്കളെയൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാം കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവരെ റെഡിയാക്കിയിട്ട് വേണം നമുക്കിനി പോയി നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ തുടങ്ങാം. സോ ലഞ്ചിന് നമ്മളിന്ന് ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഫിഷ് കറിയും ഫിഷ് പൊരിച്ചതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫിഷ് പൊരിക്കാനുള്ള മസാലകളൊക്കെ ഇട്ട് നമ്മൾക്ക് പൊരിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കറിക്കുള്ളതും കൂടി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നോർമലി എല്ലാവരും വെക്കുന്ന ഒരു ഫിഷ് കറി തന്നെയാണ് ഇന്ന് വെച്ചിട്ടുള്ളത്. തേങ്ങ ഒഴിച്ചിട്ടുള്ള ഫിഷ് കറിയാണ്. അപ്പോൾ ഫിഷ് കറിയും കൂടി വെച്ചാൽ ഉച്ചത്തെ പരിപാടി റെഡിയാണ്. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കപ്പയും കൂടി ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പനെ നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് വേവിച്ചിട്ട് താളിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ ആ കപ്പ റെഡിയായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളിയും പച്ചമുളകും കടുകും ഇട്ട് താളിച്ചിട്ട് അതും കൂടി ഒന്ന് താളിച്ചെടുത്തേക്കാം. ഫിഷ് കറിയുടെ കൂടെ കപ്പ നല്ല കോമ്പിനേഷൻ അല്ലേ. സോ അതിനുള്ള പരിപാടിയിലാണ്. ഇനി വേവിച്ച കപ്പയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. ചെറിയ ചെറിയ പീസായാലാണ് കഴിക്കാൻ നന്നായിട്ടുണ്ടാവും. ഫൈനൽ ഇങ്ങനെയാണ് ഇപ്പോൾ ഫൈനൽ ലുക്ക് കപ്പയുടെ. സോ നമ്മുടെ ഉച്ചത്തെ ഡിഷസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെല്ലാം കൂടി നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പ്ലേറ്റിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചോറിട്ട് അതിലേക്ക് നമ്മളുടെ ഫിഷ് കറിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കറിയിലുള്ള ഒരു ഫിഷ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊരിച്ച ഫിഷ് ഒരു 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ കപ്പപ്പുഴുക്കും കൂടി വെച്ച് കൊടുക്കാം. കപ്പപ്പുഴുക്കിലേക്ക് നമ്മൾ കുറച്ച് മീൻകറിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതോടെ തൊട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ ലഞ്ച്. സോ ഉച്ച ലഞ്ചൊക്കെ കഴിഞ്ഞ ശേഷം രണ്ടാളും ചെറിയൊരു ഉറക്കത്തിലാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.